ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയും ഒരു ഉത്തമയായിട്ടുള്ളൊരു ഭാര്യയും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചിട്ട് ആഴമായിട്ടൊന്ന് ധ്യാനിക്കാം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും അധികമായിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് വിശ്വാസക്കുറവ്, പരസ്പര സ്നേഹമില്ലായ്മ. വിശ്വാസമുള്ളിടത്താണ് സ്നേഹം ഉണ്ടാവുകയുള്ളൂ. സ്നേഹമുള്ളിടത്താണ് ഒരു കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ. കൂട്ടായ്മ ഉണ്ടെങ്കിലാണ് അവിടെ ഒരു സമാധാനം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ അമ്മയെയും നമ്മുടെ കുടുംബവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഉത്തമയായ ഭാര്യ എന്താകുന്നു എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ കാണിച്ചു തന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ. നമ്മൾ നിരന്തരം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒറ്റ നിമിഷം നിങ്ങളൊന്ന് ധ്യാനിക്കുക. നമ്മൾ ജപമാല ചൊല്ലാറുണ്ട്, നമ്മൾ അമ്മയുടെ മുമ്പിൽ ഇരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മ എങ്ങനെയാണോ ജീവിച്ചത്, അമ്മയുടെ ക്വാളിറ്റീസ് എന്താണ്, അമ്മ എങ്ങനെയാണ് ദൈവത്തെ അനുസരിച്ചത്, അമ്മയിൽ എന്തെല്ലാം കൃപകളുണ്ട്, അതുപോലെ ആ പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ എനിക്കും ഇങ്ങനെയാവണം, എനിക്കും എൻ്റെ ജീവിതത്തിൽ നല്ല ചിന്തകളോടുകൂടി നല്ലൊരു ഭാര്യയായി അല്ലേ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് എത്ര പേരുണ്ടാവണം. നമ്മൾ പലപ്പോഴും മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ് ഏറ്റവും അധികമായിട്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ സ്വർഗം ആഗ്രഹിക്കുന്നത് ശരിക്കും നമ്മൾ ക്രിസ്തുവിനെ പോലെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുക, പരിശുദ്ധ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളുള്ളൊരു ഭാര്യയായിട്ട് നമ്മൾ മാറുക. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണയായിട്ടൊരു ഭാര്യയാണ്, ഏറ്റവും നല്ല വിശുദ്ധിയായിട്ടുള്ള ഭാര്യയാണ് പരിശുദ്ധ ദൈവമാതാവ്. പലപ്പോഴും നമ്മൾ അമ്മയെ കാണുന്നത് അങ്ങനെയല്ല. സാധാരണ മനുഷ്യസ്ത്രീയായിരുന്ന പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് ഒരു ദൈവത്തിൻ്റെ കുഞ്ഞ്, പരിശുദ്ധാത്മാവിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞ് ആ ഉദരത്തിൽ ആകുന്ന സമയം മുതൽ ആ കുഞ്ഞ് വളർന്ന് വലുതായി ഓരോ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവസാനം കുരിശിൻ ചോട്ടിൽ അവൻ മരണപ്പെടുമ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിനം വരെയും ഈ അമ്മയുടെ കണ്ണുനീര് തോർന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പരിശുദ്ധ അമ്മയെ കണ്ടുപഠിക്കേണ്ടതല്ലേ? സത്യത്തിൽ പറയാൻ എളുപ്പമാണെന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മളിത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഏറ്റവും അധികമായിട്ട് കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? നിങ്ങൾ ഇന്നലെയൊക്കെ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്, ഭർതൃഗൃഹത്തിലെ പീഡനം മൂലം മരിച്ചുപോയി, അധികമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ കേട്ട് ഒരു പേടിയും ഭയവും അല്ലേ, ജീവിക്കാൻ തന്നെ വല്ലാത്തൊരു മടുപ്പൊക്കെ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ മാതാവിനെ നമ്മളൊന്ന് മാതൃകയാക്കുന്നത് നല്ലതല്ലേ? പരസ്പരം സ്നേഹിക്കുക എന്നൊരു ഏറ്റവും നല്ല ദമ്പതിമാർ ഞാൻ പറയുവാണെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ദമ്പതിമാരാണ് പരിശുദ്ധ